വീണത് മാത്രമല്ലേ നിങ്ങൾ കണ്ടോളൂ, ബാക്കിയൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. ചെറുക്കന്റെ സ്റ്റണ്ട് എന്ന് പറയുന്നത് അന്യായം. ഇതാണ് ഗൈസ് അവന്റെ ഡാഡി. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡാഡി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ ജർമ്മനിയിലാണ് ഗൈസ്. അവനെ ബൈക്ക് സ്റ്റണ്ട് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. വെറും 6 ദിവസം ആയിട്ടുള്ള ഗൈസ്. അവൻ ഓടിക്കുന്ന കണ്ടില്ലേ, അന്യായമായിട്ടാണ് ഓടിക്കുന്നത്. അവൻ ജർമ്മനിയിലായതുകൊണ്ട് ഡോയ്ച്ചാണ് ഗൈസ് കൂടുതലും സംസാരിക്കുന്നത്. അവൻ മുട്ട കഴിച്ചെന്നാണ് അവിടെ. പിന്നെ നമുക്കൊരു കുട്ടാപ്പി കാണാൻ കൊതു അടിക്കാതിരിക്കാനുള്ള കുഴമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തേച്ച്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. ഒരു ടെന്റ് അടിച്ചിട്ട് ഇവിടെ ഫ്രൂട്ട്സ് തിന്നാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് വീഴും. ഇവര് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വീണാണ് എല്ലാം പഠിക്കുന്നതെന്നുള്ളത്. അങ്ങനെ ട്രാക്ക് തെറ്റി കാട്ടിലോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. അവിടുന്ന് അവൻ കയറി വരുവാണ്. എന്തായാലും അവനൊരു കിടിലൻ സ്റ്റണ്ടർ ആവുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇതാണ് അവന്റെ ആശാനാണ് ഗൈസ്. ഇവനെ സ്റ്റണ്ടിങ് ആക്കി 6 ദിവസം കൊണ്ട് പഠിപ്പിച്ചെടുത്തു. 5 വയസ്സുള്ള ഒരു പയ്യനാണ് ഗൈസ് ഈ ട്രാക്കിൽ കൂടി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ ബൈക്ക് ഓടിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നു. പേരന്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഗൈസ്. അവന് വേണ്ടി സ്റ്റണ്ടിങ്ങിന് വേണ്ടിയാണ് ഗൈസ് അവർ 6 ദിവസം ഇവിടെ നിന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പോകാനുള്ള ഒരു തത്രപ്പാടിലാണ് ഗൈസ്. അപ്പൊ നമ്മളെല്ലാം പാക്ക് ചെയ്യുവാണ്. ടീം സാമീസ് എന്നാണ് ഗൈസ് ഈ സ്റ്റണ്ടിങ് പഠിപ്പിക്കുന്ന ടീമിന്റെ പേര്. അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ഗൈസ് അവർ പഠിപ്പിക്കുന്നത്. വണ്ടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ മേളിൽ കയറ്റിയാണ് ഗൈസ് കൊണ്ടുപോകുന്നത്. ഈ വാനിനകത്തും ഒരു വണ്ടി ഇരിപ്പുണ്ട് ഗൈസ്. ഇത് പുള്ളിക്കാരന്റെ സ്റ്റണ്ടിങ് ബൈക്കാണ്. എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി ഗൈസ്. ഇവരെല്ലാം നല്ല രീതിയിൽ മിസ് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഫോളോ ചെയ്ത് വെച്ചു.